المرسلين وعلى آله وصحبه أجمعين. ഇത്തികാഫിൻ്റെ നേതൃത്വം കൊണ്ടിരിക്കും. അല്ലാഹു തആല നമ്മുടെ ഇൽമിൻ്റെ മജ്‌ലിസ് കബൂലാക്കി തരട്ടെ. നമ്മുടെ ഖൽബ് ശുദ്ധിയായി കിട്ടാനും ജീവിതം നന്നാകാനൊക്കെ ഈ സദസ്സ് അല്ലാഹു കാരണമാക്കി തരട്ടെ. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഇഹ്യാ ഉലൂമുദ്ദീനാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാകുന്ന തസ്കിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അധ്യായമായി തസ്കിയത്തിൻ്റെ പ്രാധാന്യവും മഹത്വമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചു. ഇനി ഓരോരോ അധ്യായങ്ങളായി എങ്ങനെയാണ് നമുക്ക് ആത്മസംസ്കരണം ഉണ്ടാക്കിയെടുക്കാൻ അതിൻ്റെ വഴികൾ ഒക്കെയാണ് ഇനി വിശദീകരിക്കാനുള്ളത്. അതിലൊന്നാമതായി അൽ ബാബുൽ അവ്വലു ഫി തഹ്ദീബിൽ അഖ്ലാഖ്, സ്വഭാവ സംസ്കരണമാണ് ഒന്നാമത്തെ അധ്യായം. സ്വഭാവം എന്നതാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അവൻ്റെ സ്വഭാവമാണ്. സ്വഭാവം രണ്ടുണ്ട്, സൽസ്വഭാവമുണ്ട്, ദുസ്വഭാവമുണ്ട്. ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത് അവൻ്റെ സ്വഭാവം കൊണ്ടാണ്. അവൻ്റെ ബാഹ്യമായി ആകൃതി കൊണ്ടോ രൂപം കൊണ്ടോ അല്ല. നമുക്കറിയാം, നമ്മൾ തന്നെ പലപ്പോഴും ചില ആളുകളെ കുറിച്ച് അവരുടെ സ്വഭാവം കാര്യമൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, അവനെന്താ ഒരു സിംഹാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഓനൊരു പുലിയാണ്, ഓനൊരു സർപ്പമാണ്, മൂർഖനാണ് എന്നൊക്കെ മനുഷ്യനെ ആണെന്നവനെ കുറിച്ച് പറയുന്നില്ല. എന്താ കാരണം? സ്വഭാവം മോശമായതുകൊണ്ട്. അപ്പോൾ ഒരു മനുഷ്യനും മനുഷ്യനാകുന്നത് അവൻ്റെ സ്വഭാവത്തിലൂടെയാണ്. അപ്പോൾ ആ സ്വഭാവത്തെ സംസ്കരിക്കുക. സൽസ്വഭാവം, ദുസ്വഭാവം, രണ്ട് സ്വഭാവങ്ങൾ മനുഷ്യന്മാർക്കുണ്ട്. ദുസ്വഭാവം പൂർണ്ണമായും തുടച്ചു നീക്കി സൽസ്വഭാവത്തിൻ്റെ ആളുകളായി മാറുക സ്വഭാവ സംസ്കരണത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ്. അതിൽ ബാബു ഫളീലത്തി ഹുസ്നിൽ ഖുൽഖി വ മദമ്മത്തി സൂഇൽ ഖുൽഖ്, ഒന്നാമത്തെ അധ്യായത്തിൽ കൊണ്ടുവരുന്നത് സൽസ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത, മഹത്വം, അതുപോലെ ദുസ്വഭാവത്തിൻ്റെ ഭവിഷ്യത്തുകൾ. ഇത് രണ്ടുമാണ് ആദ്യമായി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ആയത്തും ഹദീസുമാണ് ആദ്യമായി കൊണ്ടുവരുന്നത്. ഖാലല്ലാഹു തആല ലിനബിയിഹി വ ഹബീബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്നിയൻ അലൈഹി വ മുളിഹിറൻ നിഅമതഹു ലദൈ വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹു തആല പുകഴ്ത്തി മഹത്വപ്പെടുത്തി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ ശത്രുക്കൾ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞ ഒരായത്താണ് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. തീർച്ചയായിട്ടും തങ്ങൾ ലഅലാ ഖുലുഖിൻ അദീം, എല്ലാ സൽസ്വഭാവങ്ങളുടെയും മേലെയാണ്. സൽസ്വഭാവത്തിൻ്റെ വിഷയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ലോകത്തൊരു കുട്ടിയും തന്നെ അടുക്കുകയില്ല. മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ വരി നമുക്ക് ഓർമ്മയുണ്ട്. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വ ഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. എല്ലാ അമ്പിയാക്കളെക്കാളും മേലെ അവിടുത്തെ ഖൽഖും ഖുലുഖും, സൃഷ്ടിപ്പും അവിടുത്തെ സ്വഭാവവും. ഖൽഖ് ഖുലുഖ് രണ്ടും ചേർത്തി പറയുന്ന രണ്ട് വീടുകളാണ്. ഖൽഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൃഷ്ടിപ്പിനെയാണ് അറിയിക്കുന്നത്. ബാഹ്യമായ നമ്മുടെ രൂപത്തിനെയാണ് ഖൽഖ് എന്ന് പറയുന്നത്. ഖുലുഖോ അത് പുറത്ത് കാണുന്നതല്ല, അത് നമ്മുടെ ഉള്ളാണ്. നമ്മുടെ ഉള്ളിലെ രൂപത്തെ സൂചിപ്പിക്കുന്നതാണ് ഖുലുഖ്, സ്വഭാവം. അതാണ് ഉള്ള് നന്നാവണം. പുറം എനിക്ക് അകം മോശമായി പുറം എനിക്ക് നീ നടക്കേണ്ട, കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കേണ്ട എന്ന് ബഹുമാനപ്പെട്ട അത് പാടിയത്. ഉള്ള് വളരെ മോശം, പുറം നല്ല ഉഷാറാണ്. ആ ഒരു സ്വഭാവം മുഅ്മിന് പറ്റുകയില്ല.
അവൻ്റെ ഹുലുക്ക് സ്വഭാവം നന്നായി കിട്ടണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വലിയ മഹത്വമായി എടുത്തു പറഞ്ഞതാണ് അല്ലാഹു തആല. തങ്ങൾ അങ്ങേയറ്റത്തെ ഏറ്റവും മേലെയാണ്, എല്ലാ സ്വഭാവത്തെയും തങ്ങൾ കീഴടക്കി എന്നാണ് പറയുന്നത്. അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം. നമ്മളൊക്കെ പലപ്പോഴും കേട്ടവരാണ്. ആരെയും വിഷമിപ്പിക്കുന്ന ഒരു വേട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വരുന്നിട്ടില്ല. ഒരു പെരുമാറ്റമോ ഒരു സ്വഭാവം എന്ന് മാത്രമല്ല, അവിടുത്തെ ആക്രമിക്കാൻ വന്നവർക്ക് വരെ മാപ്പ് കൊടുത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. സെയ്ദ് ബിൻ സഅന എന്ന് പറയുന്ന ഖുറൈശികളിൽപ്പെട്ട അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ അറിവുള്ള അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അല്പം കാശ് കടം വാങ്ങിയിരുന്നു. ഡേറ്റ് നിശ്ചയിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. കൊടുക്കാനുള്ള സമയമായിട്ടില്ല, ഇനിയും 3 ദിവസം ബാക്കിയുണ്ട്. ആ സമയത്താണ് ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഈ കടം തിരിച്ചു ചോദിച്ചുകൊണ്ട് വരികയാണ്. സഹാബത്തൊക്കെ ഉണ്ട്. അദ്ദേഹം നേരെ കയറി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോളിലൊരു ഷാലിട്ടിരുന്നു. ആ ഷാല് പിടിച്ചൊരൊറ്റ വലിയാണ്. എന്ന് മാത്രമല്ല, അവിടുത്തെ കോളർ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം കയർത്ത് സംസാരിക്കുകയാണ്. ഇന്നക്കും ബനി അബ്ദുൽ മുത്തലിബ് മത്തുലു, നിങ്ങളൊക്കെ ഒരു കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് സമയത്തിന് വിട്ടാത്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവത്തിൽ സംസാരിച്ചപ്പോൾ സദസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. സദസ്സ് നമുക്കറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് വിരലനക്കിയാൽ മതി, ഒരു ഇഷാറത്ത് കൊടുത്താൽ മതി, അദ്ദേഹത്തിൻ്റെ കഥ അവിടെ അവസാനിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് നോക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് അദ്ദേഹത്തെ ചീത്ത പറയാൻ തുടങ്ങി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ ഉമർ, അന വഹുവ കുന്ന ഇലാ ഗൈരി ഹാദാ മിൻക ഹബജ്. ഉമറേ, ഇതല്ല നീ സ്വീകരിക്കേണ്ട രീതി. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്, ശരിയാണ്. നീ ഇവിടെ ചെയ്യേണ്ടത് എന്നോട് നല്ല നിലക്ക് ആ കടം വീട്ടാനും അദ്ദേഹത്തോട് നല്ല നിലക്ക് കടം ചോദിക്കാനും എന്നുള്ള ഉപദേശമാണ് നീ തരേണ്ടത്. നീ അദ്ദേഹത്തെ പേടിപ്പിക്കുകയല്ല, ദേഷ്യപ്പെടുകയല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ അടക്കി നിർത്തുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതെന്തെന്നറിയും? ഇനി 3 ദിവസം ബാക്കിയുണ്ട് അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത ഡേറ്റ്. ഏതായാലും ഉമറെ അദ്ദേഹത്തിൻ്റെ കടമെടുത്ത് തിരിച്ചു കൊടുക്കുക. അതിന് പുറമെ ഒരു 20 സ്വാ ധാന്യം എക്സ്ട്രാ അദ്ദേഹത്തിന് കൊടുക്കണം. അതെന്തിനാണ്? നീ അദ്ദേഹത്തെ ശകാരിച്ചില്ലേ, ദേഷ്യപ്പെട്ടില്ലേ? അതിന് ഒരു പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് സന്തോഷമാകാൻ വേണ്ടിയിട്ട് ഒരു 20 സ്വാ എക്സ്ട്രാ കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ചോദിക്കും. ആ സമയത്ത് അദ്ദേഹം ഒരു അമുസ്ലിമാണ്. അദ്ദേഹം പറയാണ്, ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കൂട്ടത്തിൽ എനിക്ക് 2 കാര്യം ബോധ്യപ്പെടാൻ ബാക്കിയുണ്ടായിരുന്നു. അതിപ്പോൾ ബോധ്യപ്പെട്ടു. ഞാൻ പഠിച്ചിട്ടുണ്ട് നബിയെക്കുറിച്ച്. ആ നബിയുടെ സ്വഭാവം എന്താണ്? യസ്ബിഖു ഹിൽമുഹു ജഹ്ലഹു, വിവരക്കേടിനെ മറികടക്കുന്ന സഹനമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. വലാ യസീദു ജഹ്ലുഹു ഇല്ലാ ഹിൽമ, അവിടത്തോട് എത്ര വിവരക്കേടിലായി ജനങ്ങൾ പെരുമാറിയാലും തിരിച്ച് അതേ നാണയത്തിൽ പെരുമാറുന്ന സ്വഭാവമില്ല. മറിച്ച് അതിനേക്കാളും നല്ല ഉഷാറായിട്ട് പ്രതികരിക്കുന്ന നബിയാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അതാണ്. ആ സ്വഭാവം കണ്ടിട്ടാണല്ലോ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ടുള്ളത്. ആ സ്വഭാവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ധാരാളം സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി എത്ര ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ജൂത പെണ്ണ്, ഒരു യഹൂദിയായ ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൽക്കരിച്ചു.
വീട്ടിലേക്ക് ക്ഷണിച്ചു, ഭക്ഷണം ഉണ്ടാക്കിയിട്ട്. ആരെ ക്ഷണം സ്വീകരിക്കും. അങ്ങനെ അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ നല്ല ആട് മാംസമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സൽക്കരിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. ആട്ടിറച്ചെടുത്തുകൊണ്ട് വായിലേക്ക് വെച്ച് കടിച്ച സമയത്ത് ആട്ടിറച്ചി സംസാരിക്കുകയാണ്. എന്നെ തിന്നരുത്, എന്നിൽ വിഷം പുരട്ടിയിട്ടുണ്ട്. അത് അവിടുത്തെ മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി ആ പെണ്ണ് ഒരുക്കിയതൊരു പണിയാണത്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെതിരെ ഒരു വാക്ക് ആ പെണ്ണിനെ കുറിച്ചൊരു ചീത്ത വാക്കോ അല്ലെങ്കിൽ അതിനൊരു പ്രതികാരമായിട്ട് എന്തെങ്കിലും ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ജൂതപ്പെണ്ണിന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുത്ത ചരിത്രമാണ് അവിടുത്തെ ജീവിതം പരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ലബീദ് ഇബ്നുൽ അഅസം എന്ന് പറയുന്ന ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിഹർ ചെയ്തിട്ട് വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടു പോയിട്ടുണ്ട്. 1 വർഷത്തോളം ആ സിഹറിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. എന്നിട്ട് ജിബ്രീൽ സ്വലാത്തു വസ്സലാം അല്ലാഹു തആല വഹി മുഖേന അറിയിച്ചു കൊടുത്തു ആരാണ് സിഹിർ ചെയ്തതെന്നും എവിടെയാണ്. ഒരു കിണറ്റിൽ കൊണ്ടുപോയിട്ടാണ് സിഹിർ ചെയ്തിട്ടത്. ആ കിണറ്റിലെ വെള്ളം ചുവന്ന കളറായി പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഫുൾ അഡ്രസ്സ് അറിഞ്ഞിട്ടും ഒരു പ്രതികാരം ചെയ്തില്ല, മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അവസാനം നമുക്കറിയാം മക്കം ഫത്ഹ് നടക്കുന്നത് ഹിജ്റ 8-ാം വർഷത്തിലാണ്. 13 കൊല്ലക്കാലം മക്കയിൽ നിന്ന് ശത്രുക്കളുടെ പീഡനങ്ങളൊക്കെ സഹിച്ച് പൊറുതി കെട്ടുകൊണ്ടാണല്ലോ അവസാനം മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷവും അവിടുത്തെ ഒരു സമാധാനമില്ല ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന്. ഏകദേശം 21 കൊല്ലത്തോളം എല്ലാ നിലക്കും പീഡനങ്ങളേൽപ്പിച്ച് എല്ലാ നിലക്കും ശത്രുത കാണിച്ച അവരെയൊക്കെ മക്കം ഫത്ഹിൽ മുമ്പിൽ കിട്ടാണ്. എല്ലാവരും മുമ്പിലുണ്ട്. ആ സമയത്ത് അവരോട് ഖുറൈശികളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദിക്കുന്നുണ്ട്. മാ ലന്നുക്കും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങളുടെ ഭാവന? ആ സമയത്ത് അവരൊക്കെ പ്രതികരിച്ച ഒരു വാക്കുണ്ട്. ഖാലു ഖൈറാ, തങ്ങളിൽ നിന്ന് നല്ലത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ശത്രുക്കൾക്ക് വരെ മാപ്പ് കൊടുക്കുന്ന സ്വഭാവമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അഖുൻ കരീം ഇബ്നു അഖിൻ കരീം, അവിടുന്ന് മാന്യമായ സ്വഭാവത്തിൻ്റെ ആളാണ്, മാന്യൻ്റെ മകനുമാണ് എന്ന് ശത്രുക്കളൊക്കെ പ്രതികരിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും വർഷത്തോളം ക്രൂരമായി മർദ്ദിച്ച, കൊല്ലാൻ ശ്രമിച്ച, എല്ലാ നിലക്കും ബുദ്ധിമുട്ടിച്ച ആ ശത്രുക്കളോട് പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ സഹോദരൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സഹോദരങ്ങളോട് പറഞ്ഞതുപോലെ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഒരു പ്രതികാരവും ഞാൻ എടുക്കുന്നില്ല. ഇദ്ഹബൂ അൻതും മുത്തുലഖാ, നിങ്ങളൊക്കെ മോചിപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് പോകാം. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഒരാളെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് കാലം കൂടണം, അപ്പോഴേ സ്വഭാവം അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവം ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരായിരിക്കും? ഒന്ന് നമ്മുടെ ഭാര്യ. കൂടുതൽ നമ്മളെ കൂടെ നിൽക്കുന്നത് ഭാര്യയാണ്. ഭാര്യയോട് ചോദിച്ചാൽ അറിയാം. ഇപ്പം നാട്ടിൽ ആളിടയിൽ ചിലപ്പോൾ നമ്മൾ നല്ല ഹീറോ ആയിരിക്കും, നല്ല ഉഷാറായിരിക്കും പ്രവർത്തനത്തിലും മറ്റൊക്കെ. പക്ഷെ ഭാര്യയുടെ അടുക്കൽ നമ്മൾ എങ്ങനെ, അത് ഭാര്യയോട് കൂടി ചോദിച്ചാൽ അറിയാം. അതുപോലെ തന്നെ പിന്നൊന്ന് അറിയണ ആളാണെന്നറിയാം, ഖാദിമ്, ഖിദ്മത്തിന് സേവകനായിട്ട് കൂടെ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ പറയാറുണ്ടല്ലോ, കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനി അറിയുള്ളൂ, രാത്രി ഉണ്ടാകുന്ന പനി ഉണ്ടല്ലോ അത് എല്ലാവർക്കും തിരിയില്ല, കൂടെ കടന്നാക്കേ അറിയുള്ളൂ അദ്ദേഹത്തിന് പനിക്കാറുണ്ടോ ഇല്ല എന്നുള്ളത്. അതുപോലെ നമ്മുടെ സ്വഭാവം കൂടുതൽ തിരിയുന്നത് ഒന്ന് നമ്മുടെ ഭാര്യ, മറ്റൊന്ന് നമ്മുടെ സേവകൻ ഖാദിം. എന്നാൽ രണ്ടാളുടെയും വാക്ക് കേട്ടോളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അവിടത്തോട് സഹാബത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട്, അവിടുത്തെ സ്വഭാവം എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പ്രതികരിച്ച മറുപടി നോക്കൂ നിങ്ങൾ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖുഹു അൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. ഒറ്റ വാക്കിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ട്
ഖുർആനായിരുന്നു. ഒരു ജീവിക്കുന്ന ഖുർആനെ നിങ്ങൾക്ക് കാണണോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയാൽ മതി. ഖുർആനിൽ നോക്കൂ നിങ്ങൾ, 25 അമ്പിയാക്കളെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവരെ മൊത്തത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഔലിയാക്കളെ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരെ സൂചിപ്പിച്ചിട്ടുണ്ട്. മുത്തഖീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഖാശിഈങ്ങളെ സ്വഭാവങ്ങളെ, വിശേഷണങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം നല്ല സ്വഭാവങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആരിലുണ്ട്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന ഖുലുഖുഹു വൽ ഖുർആൻ. ആയിഷ റളിയല്ലാഹു അൻഹ ഭാര്യയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അത് വെറുതെ കൊടുക്കുന്നതല്ല, അത് നേരിട്ട് അനുഭവിച്ചത് കൊണ്ടാണ്. മഹദിയുടെ ഒരു സംഭവം തന്നെ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദി ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലുള്ള സമയം, 9ഓളം ഭാര്യമാർ ഒരേ സമയത്തുണ്ടല്ലോ. അപ്പോൾ ഓരോ രാത്രി ഓരോ ഭാര്യമാരുടെ അടുക്കൽ താമസിക്കും. അപ്പോൾ അന്ന് ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കലാണ് താമസം. അപ്പോൾ വേറൊരു ഭാര്യ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചു. സ്വാഭാവികമായും ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുമ്പോൾ തമ്മിൽ വലിയൊരു പൊരുത്തത്തിൽ പോകൂലല്ലോ. അപ്പോൾ അങ്ങനെ വേറൊരു ഭാര്യ ഫുഡ് ഉണ്ടാക്കി കൊടുത്തയച്ചു ഒരു ഖാദിമിൻ്റെ കയ്യിൽ. അപ്പോൾ ആ ഖാദിം ഇങ്ങനെ പ്ലേറ്റിൽ ആ ഫുഡായിട്ട് ഇങ്ങനെ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊണ്ടുകൊടുക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണുള്ളത്. ഇത് ആയിഷ റളിയല്ലാഹുവിന് കാണാൻ കണ്ട സമയത്ത് ഒരൊറ്റ തട്ടാണ് ആയിഷ റളിയല്ലാഹു. പ്ലേറ്റ് വീണു, പൊട്ടി, ഭക്ഷണം ചിതറി. നോക്കണേ നിങ്ങൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കാണിച്ച സ്വഭാവം. നമ്മളാണ് ആ സ്ഥാനത്ത് എങ്കിൽ ബദറും ഉഹുദൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ നേതാവാണ്. അവിടുത്തെ എല്ലാ മഹത്വങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മളിത് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ആ പൊട്ടിയ പ്ലേറ്റ് പെറുക്കിയെടുക്കുകയാണ്. ചിതറിയ ഭക്ഷണം കോരിയെടുക്കുകയാണ്. ആ കോരിയെടുക്കുന്ന സമയത്ത് കൂടെ വളരെ പല ആളുകളുണ്ട്. അവരോട് പറഞ്ഞു, വാറത്ത് ഉമ്മക്കും, ഉമ്മക്ക് എന്തോ ഒരു ദേഷ്യമുണ്ട്, കുറച്ചൊരു ചൂടിലാണ് ഉള്ളത് എന്നൊരു വാക്ക് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ചീത്ത പറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രതികാരം ഒന്നുമില്ല. എന്നിട്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പുതിയ പ്ലേറ്റ് എടുത്ത് കൊണ്ടിട്ടാ ഇത് തിരിച്ചു കൊണ്ടു കൊടുക്കണം. കാരണം പ്ലേറ്റ് വലുതാണല്ലോ, ആ വീട്ടുകാർ തന്നെ തിരിച്ചു കൊണ്ടുപോകും. ഇതാണ് മുത്തനബി സല്ലല്ലാഹു. ഇത് നേരിട്ട് അനുഭവിച്ച മഹദിയ ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് പറഞ്ഞത് കാന ഖുലുഖുഹു വൽ ഖുർആൻ. വെറുതെ പറഞ്ഞതല്ല. ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയോ, എൻ്റെ ഭർത്താവ് നല്ല സ്വഭാവം, എന്നാൽ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. കാരണം കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ആ നിലക്കാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം. അതുകൊണ്ടാണ് കാന അഹ്സനൻ നാസി ഖുലുഖ. സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാവരേക്കാളും ടോപ്പിലുള്ളത്. ഇനി ഖാദിമാണ് അനസ് റളിയല്ലാഹു അൻഹു. 10 കൊല്ലം ഖിദ്മത്തെടുക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ചെറുപ്പം മുതൽ തന്നെ ഉമ്മ കൊണ്ടുപോയി ഏൽപ്പിച്ചതാണ്. എനിക്ക് എല്ലാവരും പല ഹദിയകളും കൊണ്ടുതരികയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ഹദിയ തരാനില്ല നബിയെ, അതുകൊണ്ട് എൻ്റെ മോനെ തങ്ങൾക്ക് തരികയാണ്. അങ്ങനെ ഏൽപ്പിച്ചതാണ് അനസ് റളിയല്ലാഹു അൻഹു. ചെറുപ്പം മുതലേ തുടങ്ങിയതാണ്. 10 കൊല്ലം ഖിദ്മത്തെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഖാദിം പറയട്ടെ, അവിടെ നിന്ന് പറയാണ്, ഞാൻ 10 കൊല്ലം ഖിദ്മത്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തതിൻ്റെ പേരിൽ നീ എന്തടാ അങ്ങനെ ചെയ്തത് എന്നൊരു വാക്ക് എന്നോട് ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ഞാനത് കൊടുത്തിട്ടില്ലെങ്കിലോ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. അതാണ് അവിടുത്തെ സ്വഭാവം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. ആ സ്വഭാവം പറഞ്ഞുകൊണ്ടാണ് ഇനി ഈ മഹത്തായ ഹുസ്നുൽ ഖുൽഖിൻ്റെ, സൽസ്വഭാവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് കുറഞ്ഞ ഹദീസുകളും കൂടെ സൂചിപ്പിക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ ബുഇത്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എന്നെ അയക്കപ്പെട്ടത് തന്നെ എന്തെല്ലാം നല്ല സ്വഭാവങ്ങളുണ്ടോ, സൽസ്വഭാവങ്ങളുണ്ടോ അതൊക്കെ സമ്പൂർണമാക്കി കാണിച്ചു തരാനാണ്. ഒരു വിഷയത്തിലും ഒരു ന്യൂനത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കില്ല. എല്ലാം ടോപ്പാണ്, 1 നമ്പറാണ് എല്ലാ വിഷയത്തിലും. അവിടുന്ന് പഠിപ്പിക്കുന്നു നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച്. അഫ്ളു മാ യൂളൗ ഫിൽ മീസാനി യൗമൽ ഖിയാമത്തി തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുൽഖ്. നാളെ മീസാനിൽ നമ്മളെ അമലുകളൊക്കെ തൂക്കും.
തൂക്കുന്ന സമയത്ത് നമ്മുടെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, പലതുണ്ട്. ആ തൂക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഭാരം കൂടുതലുള്ള വസ്തു ഏതാണ്? നിസ്കാരത്തിനാണോ നോമ്പിനാണോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവത്തിനാണ്. നമ്മളെ സൽസ്വഭാവത്തിനാണ് മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ കുറിച്ച് അവൻ ദീനിയായ മനുഷ്യനാണ്, അവൻ ദീനീ ചിട്ടയിൽ നടക്കുന്ന ആളാണ് എന്ന് പറയണമെങ്കിൽ തന്നെ സ്വഭാവമാണെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹി മദ്ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല ഹുസ്നുൽ ഖുൽഖ്, നിസ്കാരാണ് നോമ്പാണെന്നല്ല പറഞ്ഞത്, ഹുസ്നുൽ ഖുൽഖ്. 3 പ്രാവശ്യം അദ്ദേഹം ചോദിച്ചു. അപ്പോഴൊക്കെ മറുപടി അതന്നെയാണ്, ഹുസ്നുൽ ഖുൽഖ്. ഒരാൾ വന്നിട്ട് എനിക്ക് വസിയത്ത് തരണം, പ്രധാനമായ ഉപദേശം എന്തെങ്കിലും തരണം, ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്താണ്? ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് പെരുമാറുന്ന സമയത്ത് നല്ല സ്വഭാവത്തിൽ ഇനി പെരുമാറണം. ഇൻഷാ അല്ലാഹ് സ്വഭാവം, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അടയാളങ്ങളൊക്കെ എന്തൊക്കെയെന്ന് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇപ്പം നമ്മൾ പറയുന്നത് സൽസ്വഭാവം കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, മഹത്വങ്ങൾ, അതിൻ്റെ പ്രതിഫലം എന്തൊക്കെയാണെന്നാണ് ഇപ്പം നമ്മൾ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ തന്നെ അയ്യുൽ അമാലി അഫ്ളലു ഖാല ഖുലുഖുൻ ഹസൻ, ഏറ്റവും ശ്രേഷ്ഠമായ അമല് നിസ്കാരത്തിനേക്കാളും മറ്റ് ഇബാദത്തുകളെക്കാളും നമ്മൾ ഒരാളോട് പെരുമാറുന്ന സമയത്ത് നല്ല സ്വഭാവത്തിൽ പെരുമാറിയെങ്കിൽ നമ്മുടെ നിസ്കാരത്തിനേക്കാൾ ഏറെ പ്രതിഫലം അതിന് കിട്ടും. അയ്യുൽ അമാലി അഫ്ളൽ ഖുലുഖുൻ ഹസൻ. അതുപോലെ തന്നെ ഈമാനുമായി കണക്ട് ചെയ്തുകൊണ്ട് പല ഹദീസും നമുക്ക് കാണാം. ഒരാളെ ഈമാൻ്റെ പവർ കൂടുന്നത് ഏത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലമ്മ ഖലഖല്ലാഹു തആല അൽ ഈമാൻ, അല്ലാഹു തആല ഈമാനിനെ സൃഷ്ടിച്ച സമയത്ത് ഈമാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഖവ്വിനി, എനിക്കൊന്ന് ശക്തി തരണം, എന്നെ ശക്തിപ്പെടുത്തണം. അപ്പോൾ അല്ലാഹു തആല ശക്തിപ്പെടുത്തിയത് എങ്ങനെയെന്നറിയാം? ഫഖവ്വാഹു ബിഹുസ്നിൽ ഖുൽഖ്, സൽസ്വഭാവം കൊണ്ടാണ് ഈമാനിൻ്റെ പവർ കൂടുന്നത്. നമ്മുടെ സ്വഭാവം എത്രത്തോളം നന്നാവുന്നുണ്ടോ അതിനാ പവർ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ ലോകത്ത് ഏറ്റവും വലിയ പവർ ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും വലിയ സൽസ്വഭാവം അടുത്തേക്കാണ്. സ്വഹാബത്തിലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാവിലൂടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അവിടുന്ന് പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹുസ്നുൽ ഖുൽഖി ഖൽഖുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത് അത് സൽസ്വഭാവമാണ് എന്ന് മാത്രമല്ല, മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ, ഈമാനുമായി ടച്ച് ചെയ്തുകൊണ്ട് പറയാൻ, മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ തീരുമാനിക്കൽ ഏത് നോക്കിയിട്ടാണ്? അവരെ നിസ്കാരം നോക്കിയിട്ടാണോ, നോമ്പ് നോക്കിയിട്ടാണോ? ഖാല അഹ്സനുഹും ഖുലുഖ, സ്വഭാവം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ഒരാൾ ഏറ്റവും ശ്രേഷ്ഠമായ മുഅ്മിൻ എന്ന് പറയണമെങ്കിൽ അയാളെ സ്വഭാവം നോക്കണം. നമ്മൾ സാധാരണ തന്നെ നമ്മൾ പറയാറുണ്ട്, എത്ര വലിയ ഡിഗ്രി എടുത്ത ആളാണെങ്കിലും വലിയ പവറുള്ള ആളാണെങ്കിലും നമ്മളയാളെ ഡിഗ്രികളും മറ്റൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് നമ്മൾ പക്ഷേ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് പറയും. പക്ഷേ സ്വഭാവം അത്ര പോരാ, അവിടെ പോയി, ബാക്കിയൊക്കെ ഉണ്ട്, പക്ഷെ സ്വഭാവം അത്ര പോരാ. അപ്പോൾ ഒരാൾ അഹ്സനാകുന്നത്, അഫ്ളലാകുന്നത് അയാളെ സ്വഭാവത്തെ പരിഗണിച്ചുകൊണ്ടാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നക്കും ലം തസഉന്നാസ ബി അംവാലിക്കും, നിങ്ങൾക്ക് ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് അയാളെ പള്ള നിറക്കാൻ കഴിയില്ല, അയാളെ സന്തോഷിപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. അതേ സമയത്ത് നിങ്ങളെ സ്വഭാവം കൊണ്ട് സന്തോഷിപ്പിക്കുക. ബിവസ്തിൽ വജ്ഹി വഹുസ്നിൽ ഖുൽഖ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളൊരു പള്ളിയുടെ അല്ലെ മദ്രസ ആവശ്യത്തിന് വേണ്ടി ഒരു വീട്ടിലേക്ക് പിരിവിന് പോയി, ഉദാഹരണം പറയാം. അപ്പം പിരിവിന് പോയപ്പോൾ അദ്ദേഹം എവിടുന്ന വരുന്നത്? കയറിയെന്നോളെ, ചാവണ്ട കൊടുത്താ ഇരിക്കും ഇതൊക്കെ. പിന്നെ ഒരു വീട്ടിൽ കയറി, അയാൾ കണ്ടപ്പോൾ തന്നെ പുഞ്ചിരിച്ച് കയറി നിങ്ങൾ എവിടുന്ന വരുന്നത്, ഇരിക്കി, നല്ല സംസാരം, നല്ല സ്വഭാവം ഒക്കെ. പിന്നെ അദ്ദേഹം പറഞ്ഞേ, നമ്മൾ ഇപ്പോൾ കുറച്ച് ബാക്കിലാണ്, കയ്യൊന്നുമില്ല, ഇൻഷാല്ലാ പിന്നെ നമുക്ക് എടുക്കാം, അൽഹംദുലില്ലാ, ആയിക്കോട്ടെ. ഏതിലാണ് നമുക്ക് റാഹത്തുണ്ടായാലും? നേരത്തെ കിട്ടിയ 500 റുപ്യയിലാണോ 5 പൈസ കിട്ടാത്ത ഈ വീട്ടിലാണ് റാഹത്തുണ്ടായാലും?
ഈ 5 പൈസ കിട്ടാത്ത കൊടുത്ത. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നക്കും ലതസവന്നാസ ബിഅംവാലിക്കും, പൈസ കൊടുത്തിട്ട് ഒരാളെ മനസ്സ് സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അതേ സമയത്ത് ബസ്തുൽ വജ്ഹ് കൊണ്ട്, മുഖപ്രസന്നത കൊണ്ടും ഹുസ്നുൽ ഖുൽഖ് കൊണ്ടും ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിയും. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ സ്വഭാവം മതി ഒരാളെ മനസ്സ് നിറക്കാൻ. അതാണ് സ്വഭാവത്തിന് ഇത്രയും വലിയ പവർ. എന്ന് മാത്രമല്ല, നേരത്തെ മീസാനിൽ വെക്കുന്ന വിഷയം പറഞ്ഞു, മീസാനിൽ ഏറ്റവും ഭാരമുള്ളത് സൽസ്വഭാവമാണ്. എന്ന് മാത്രമല്ല, ഫസ്റ്റ് വെക്കുന്നതും ഹുസ്നുൽ ഖുൽഖാണ്. അവലുമായി ഉള്ളവും ഫിൽ മീസാനി ഹുസ്നുൽ ഖുൽഖ്. നിസ്കാരവും നോമ്പൊക്കെ വെക്കുന്നതിൻ്റെ മുമ്പ് ആദ്യമായി മീസാനിൽ വെക്കുന്നത് ഹുസ്നുൽ ഖുൽഖാണ്. അത്രയും പവറാണ് ഹുസ്നുൽ ഖുൽഖിന് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹുസ്നുൽ ഖുൽഖിന് വേണ്ടി ദുആ ചെയ്തത് ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഇന്ന് ദുആരക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും അവിടുത്തെ ദുആ കേൾക്കൂ നിങ്ങൾ. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദുആ, അധികമായി ദുആരക്കാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സിഹത വൽ ആഫിയ വ ഹുസ്നുൽ ഖുൽഖ്, എനിക്ക് ഹുസ്നുൽ ഖുൽഖ് തരണേ. ആരാ ചോദിക്കണത്? അപ്പോൾ നമ്മളൊക്കെ എത്ര ദ്വാരക്കണം ഹുസ്നുൽ ഖുൽഖിന് വേണ്ടി? ധാരാളം ദ്വാരകൾ കാണാം. നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ഒരു ദിക്റ് ചെല്ലാനുണ്ടല്ലോ അല്ലേ, അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. കണ്ണാടിയിലൂടെ കാണുന്നത് ബാഹ്യമായ നമ്മുടെ രൂപം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഖൽഖ് നമ്മളെ ബാഹ്യമായ സൃഷ്ടിപ്പാണ് കാണുന്നത്, ഉള്ള് കണ്ണാടിയിലൂടെ കാണുന്നില്ല. അതുകൊണ്ട് കണ്ണാടി നോക്കുന്ന സമയത്തുള്ള ദിക്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതൊരു ദുആയാണ്. അല്ലാഹു എൻ്റെ ഈ സൃഷ്ടിപ്പ് ബാഹ്യം നീ നന്നാക്കിയതുപോലെ ഫഹസ്സിൻ ഖുലുഖി, എൻ്റെ സ്വഭാവം നീ നന്നാക്കണേ എന്ന് ദുആ ചെയ്യണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സലാഹുൻ മല്ലം തകുൻ ഫീഹി വാഹിദത്തുൻ മിൻഹു ഫലാ തഅതദ്ദു ബിശൈഇൻ. ഒരു വ്യക്തിയിൽ 3 കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പിന്നെ അയാൾ എന്ത് ഷെയ്ഖായിട്ടും കാര്യമില്ല, അയാളെ പിന്നാലെ പോകണ്ട. ഒരു വ്യക്തിയിൽ 3 കാര്യം നിങ്ങളുണ്ടോ നോക്കുക. അതില്ലെങ്കിൽ ഫലാ തഅതദ്ദു ബിശൈഇൻ മിൻ അമലി, അയാൾ വലിയ ആലിമോ അല്ലെങ്കിൽ എന്തായാലും അപ്പുറമായിട്ടും കാര്യമില്ല, അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഏതാണ് 3 കാര്യം? ഒന്ന് തഖ്വ, തഹജ്ജുസ് അൻ മഅസില്ല, തെറ്റിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്താൻ പറ്റിയ ഒരു തഖ്വ ഉള്ള ഒരാളാണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഔ ഹിൽമുൻ യകുഫു ബിഹി സഫീഹ, നല്ല ക്ഷമ സഹനമുള്ള ആൾ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തിരിച്ച് പ്രതികരിക്കണ സ്വഭാവം അദ്ദേഹത്തിനില്ല. മൂന്നാമത്തത് ഔ ഖുലുഖുൻ യഈശു ബിഹി ബൈനന്നാസ്, ജനങ്ങളിടയിൽ ജീവിക്കുന്ന സമയത്ത് അവരോട് പെരുമാറാൻ പറ്റിയൊരു സ്വഭാവം അദ്ദേഹത്തിൽ കാണുന്നില്ല. അയാൾ മൈൻഡ് ചെയ്യണ്ട. അയാൾ വലിയ ആബിദാകാം, ഇപ്പോൾ ഷെയ്ഖായി അറിയപ്പെട്ട ആളാകാം, പക്ഷെ ജനങ്ങളിടയിൽ അയാളെ പെരുമാറ്റം അത്ര ശരിയില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒന്നും നിങ്ങൾ പരിഗണിക്കേണ്ടില്ല എന്നാണ് റഈസുൽ മുഫസ്സിരീനാണ്, സഹാബത്തിൽ പ്രമുഖനാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മാത്രമല്ല, നമ്മളെ തെറ്റുകളെ ഉരുക്കിക്കളയാൻ നമ്മുടെ സൽസ്വഭാവം കൊണ്ട് സാധിക്കും. ചിലപ്പോൾ മനുഷ്യന്മാരാണ്, നമുക്കറിയാം തെറ്റുകളൊക്കെ സംഭവിക്കാം, പക്ഷെ നമ്മളെ ജനങ്ങളോടുള്ള പെരുമാറ്റം സ്വഭാവം അത് മതി ചിലപ്പോൾ നമ്മളെ തെറ്റുകൾ പൊറുക്കാൻ. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നതിനേക്കാളും അപ്പുറം നമ്മുടെ സ്വഭാവം കൊണ്ട് തെറ്റുകൾ പൊറുക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഹുസ്നുൽ ഖുലുഖി ലയുദീബുൽ ഖതീഅത കമാ തുദീബുശ് ശംസുൽ ജലീദ. ഒരു വെയിലത്ത് ഐസ് കട്ട വെച്ച് നോക്കൂ നിങ്ങൾ, എത്ര പെട്ടെന്നാണ് ഉരുകിപ്പോകുന്നത്. ഇതുപോലെ നമ്മുടെ ദോഷങ്ങൾ ഇല്ലായ്മയാകാൻ, ഉരുകിപ്പോകാൻ, പൊറുക്കപ്പെടാൻ നമ്മുടെ സ്വഭാവം കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വരികയാണ്. എന്നിട്ടൊരു സംശയം ചോദിക്കുകയാണ്. എന്താ സംശയം? ഒരു സ്ത്രീക്ക് 2 ഭർത്താവ്. അതെങ്ങനെ 2 ഭർത്താവ് ഉണ്ടാകുന്നത്? ഒരു ഭർത്താവ് മരണപ്പെട്ടു, അപ്പോൾ വേറൊരു കല്യാണം കഴിച്ച്, അപ്പോൾ 2 ആളും സ്വർഗത്തേക്ക് വരുന്നുണ്ട്. 2 ഭർത്താവും സ്വർഗത്തിലാണ്, ഈ പെണ്ണും സ്വർഗത്തിലാണ്. അപ്പോൾ ഏത് ഭർത്താവിനെ കിട്ടുക എന്നുള്ളതാണ് ഈ സംശയം. മഹദി വന്ന് ചോദിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഏത് ഭർത്താവാണ് കൂടുതൽ നിസ്കരിച്ചത് അല്ലെ കൂടുതൽ നോമ്പുറ്റത് എന്നല്ല, ലി അഹ്സനിഹിമാ ഖുലുഖൻ കാന ഇൻദഹാ ഫിദ് ദുനിയ,
ദുന്യാവിൽ ഈ രണ്ട് ഭർത്താവും നിന്റെ അടുക്കൽ ജീവിക്കണ സമയത്ത് നിന്നോട് ഏറ്റവും നല്ല രൂപത്തിൽ സ്വഭാവത്തിൽ പെരുമാറിയ ഭർത്താവ് അതാ, ആ ഭർത്താവിനെ സ്വർഗത്തിൽ വിട്ടു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് കിട്ടുന്ന പവറിനേക്കാൾ ഏറെ പവർ നമ്മുടെ സ്വഭാവം കൊണ്ട് കിട്ടും, സൽസ്വഭാവം കൊണ്ട് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നൽ മുസ്ലിമൽ മുസദ്ദദ ലയുദ്രികു ദറജത സ്വാഇമിൽ ഖായിം ബിഹുസ്നി ഖുലുഖിഹി. സ്ഥിരം നോമ്പ് വെൽക്കുന്ന ഒരാൾ ആബിദായി ജീവിക്കുകയാണ്, ഫുൾ ടൈം, അതായത് എല്ലാ സുന്നത്തൊന്നും അദ്ദേഹം എടുക്കുന്നുണ്ട്. പിന്നെ രാത്രിയാണെങ്കിലോ തഹജ്ജുദ് നിസ്കാരം ഫുള്ള് നിസ്കരിക്കുകയാണ്. അദ്ദേഹം ചെയ്യുന്ന ഇബാദത്തിൻ്റെ പദവി കിട്ടും. ആർക്ക് കിട്ടുമെന്നറിയോ? ഒരു സാധാ മുസ്ലിം, സാധാരണ ഇബാദത്തുകളൊക്കെ നിർവഹിക്കുന്ന, പക്ഷേ ബിഹുസ്നി ഖുലുഖിഹി, അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം കൊണ്ട് നിത്യവും നോമ്പ് തോൽക്കുന്ന, രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ആ ആബിദായ മനുഷ്യൻ്റെ പദവി കിട്ടാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയും. സ്വഭാവം നന്നാക്കിയാൽ മതി, ഹുസ്നുൽ ഖുലുഖ് കൊണ്ട് സാധിക്കും. അലീമ ദറജാത്തിൽ ആഖിറത്തി വശറഫൽ മനാസിലി, ധാരാളം കാണാം. ഒരുപാട് ആഖിറത്തിൻ്റെ ഒരുപാട് ശ്രദ്ധതകളും പദവികളും. വഇന്നഹു ലളഈഫും ഫിൽ ഇബാദത്തി, ആള് ഇബാദത്തിൽ കുറച്ച് ബാക്കിലാണ്. ഫർദ് നിസ്കാരമൊക്കെ ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റൊന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇബാദത്തും പൂർണ്ണമായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. ലഈഫും ഫിൽ ഇബാദത്തിൽ ഇയാൾ ബാക്കിലാണ്. പക്ഷേ അയാളെ മറികടക്കാൻ ഇദ്ദേഹത്തിന് കഴിയും ഇയാളെ സ്വഭാവം കൊണ്ട്. ഇനി സൂഉൽ ഖുലുഖിനെ കുറിച്ച് പറയാം. അപ്പോൾ സൽസ്വഭാവം കൊണ്ട് നമുക്ക് ആഖിറത്തിൽ കിട്ടുന്ന നേട്ടങ്ങൾ, മഹത്വങ്ങൾ, അതിൻ്റെ പദവികളാണ് അല്പം സൂചിപ്പിച്ചത്. ഇനി ഇതിനെ നേരെ ഓപ്പോസിറ്റ് എടുത്ത് നോക്കൂ നിങ്ങൾ. മോശമായ സ്വഭാവം, ആ സ്വഭാവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സൂഉൽ ഖുലുഖി യുഫ്സിദുൽ അമല കമാ യുഫ്സിദുൽ ഖല്ലു അൽ അസൽ. ഒരാൾ നല്ല ആബിദ, നിസ്കാരമുണ്ട്, നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സ്വഭാവം മോശമാണ് എങ്കിൽ അയാളെ ആ നിസ്കാരം ഫസാദാക്കാൻ അയാളെ സ്വഭാവം മതി. ഏതുപോലെ തേനിനെ നശിപ്പിക്കുന്നൊരു സംഗതിയാണ് സുർക്ക എന്ന് പറയുന്നത്. സുർക്ക തേനിൽ വെച്ച് കഴിഞ്ഞാൽ തേൻ നശിച്ചു. അപ്പോൾ സുർക്ക തേനിനെ നശിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ ചെയ്ത ഇബാദത്ത് ഇല്ലായ്മ ചെയ്യാൻ, നശിപ്പിക്കാൻ അവൻ്റെ ദുസ്വഭാവം കൊണ്ട് കഴിയും. ഒരു പെണ്ണിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് വല്ലാതെ മദ്ഹ് ചെയ്തു പറഞ്ഞു. ആ പെണ്ണ് തസൂമുൻ നഹാറ വതഖൂമുൽ ലൈല, പകല് ഫുള്ള് നോമ്പാണ്, രാത്രി ഫുള്ള് നിസ്കാരാണ്, നല്ലൊരു ആബിദത്താണ് നടത്തം. അങ്ങനെ പെണ്ണിനെ കുറിച്ച് വല്ലാതെ മദ്ഹ് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അടുക്കൽ സഹാബത്ത് പറഞ്ഞപ്പോൾ അവിടുന്ന് ചോദ്യം ചോദിച്ചു. ഓക്കെ, അതൊക്കെ ശരി, പക്ഷെ ആ പെണ്ണ് അയൽവാസികളുമായിട്ട് എങ്ങനെയുണ്ട്, പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, തുതി ജീറാന ഹാബിലിസാന, അവളെ നാവ് ശരിയില്ല, അയൽവാസിയുമായിട്ട് എന്തില്ല, അത്ര യോജിപ്പില്ല, ശരിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ആബിദ് നിസ്കാരത്തിൻ്റെ കുറവല്ല, നോമ്പിൻ്റെ കുറവൊന്നുമല്ല, സ്വഭാവത്തിൻ്റെ മോശം കാരണം കൊണ്ട് പറഞ്ഞത് ലാ ഖൈറ ഫിഹാ വഹിയ മിൻ അഹ്ലിന്നാർ, ഒരു നന്മയും അവളിലില്ല. ഒക്കെ ശരിയാണ്, ആബിദത്താണ്, പക്ഷേ സ്വഭാവം ശരിയില്ലാത്തത് കൊണ്ട് അവളിൽ ഒരു നന്മയുമില്ല. മാത്രമല്ല ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിൻ്റെ ആളാണെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരിയെക്കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല സൂഉൽ ഖുലുഖി ദംബുൻ ലാ യുഗ്ഫർ, പൊറുക്കപ്പെടാത്ത ഒരു തെറ്റായിട്ടാണ് നമ്മുടെ സ്വഭാവ മോശം എന്നുള്ളത്. കാരണം മറ്റുള്ളവരുടെ മനസ്സ് മുറിവാക്കുന്ന സംഗതിയാണ് നമ്മുടെ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലും, മോശമായ നമ്മുടെ പെരുമാറ്റത്തിലൂടെ ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ മഹാന്മാരൊക്കെ വളരെ ഗൗരവത്തിലാണ് സ്വഭാവം, മോശമായ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു ഉദാഹരണം വഹബ് ഇബ്നു മുഹബ്ബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മസലു സയ്യിൽ ഖുലുഖി കമസലിൽ ഫഖാറത്തിൽ മക്സൂറ. സ്വഭാവം മോശമായ ആളെ ഉദാഹരണം ഓടിൻ്റെ പാത്രം വീണ് ഉടഞ്ഞു കഴിഞ്ഞാൽ, പൊട്ടിക്കഴിഞ്ഞാൽ അതുപോലെയാണ് സ്വഭാവം മോശമായ ആൾ എന്ന് പറഞ്ഞാൽ. പൊട്ടിയ പാത്രം നമ്മൾ ചെമ്പിൻ്റെതോ അല്ലെങ്കിൽ ലോഹത്തിൻ്റെതൊക്കെ ആണെങ്കിൽ ബെൽഡേറ്റതൊക്കെ നന്നാക്കാൻ കഴിയും. മണ്ണിൻ്റെ പാത്രം വീട് പൊട്ടിയാൽ പിന്നെ ഒരിക്കലും നന്നാക്കാൻ കഴിയില്ല. ഇനി അത് മണ്ണായിട്ട് മടങ്ങുമോ? അതുമില്ല. ബെൽഡേറ്റ് നന്നാക്കാൻ കഴിയുമോ? അതും കഴിയില്ല.
ഇതുപോലെയാണ് സ്വഭാവം മോശമായി കഴിഞ്ഞാൽ ഓൻ ഒന്നിനും പറ്റൂല എന്നർത്ഥം. അത്രയും വളരെ മോശമായിട്ടാണ് സ്വഭാവം മോശമായി കഴിഞ്ഞാൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫുദൈൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ല യസ്ഹബനി ഫാജിറുൻ ഹുസ്നുൽ ഖുലുഖി അഹബ്ബു ഇലയ്യ മിൻ യസ്ഹബനി ആബിദുൻ സയ്യിൽ ഖുലുഖി. രണ്ടാളെ കൂടെ കൂടുന്നതിനെ കുറിച്ച്, ഒരാൾ തമ്മാടിയായ ഒരു മനുഷ്യനാണ്, തെറ്റുകളൊക്കെ ചെയ്യുന്ന ആരാണ്, പക്ഷെ അയാളെ സ്വഭാവം നല്ല സ്വഭാവമാണ്. മറ്റൊരാൾ നല്ല ആബിദ, 5 വക്തും പള്ളിയിൽ വരും, നോമ്പ് നിസ്കാരം ദിക്റും സലാത്തൊക്കെ ഉണ്ട്, സ്വഭാവം പോക്കാണ്. ഞാൻ ആരെ കൂടെ കൂടുന്നത്? മഹാൻ പറയാണ്, ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ ഉന്നത സ്ഥാനം കിട്ടിയ മഹാനാണ്. മഹാനവറുകൾ പറയുന്നത്, ആ ഫാജിറായ മനുഷ്യൻ പക്ഷെ സ്വഭാവം നല്ല സ്വഭാവമാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അത്രയും സ്വഭാവം മോശമായ ആളെ കൂടെ കൂടുക എന്നത് നമുക്കും അതിൻ്റെതായ ഒരു ദുശ്ശകുനം ഉണ്ടായിത്തീരാൻ കാരണമാണ്. മഹാനായ താബീങ്ങളിൽപ്പെട്ട മഹാനാണ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ കൂടി. അയാൾ വളരെ സ്വഭാവം മോശമുള്ള, പെരുമാറ്റമൊക്കെ ശരിയില്ല, അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ കുറേ സമയം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്ത് അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന് ചീത്ത പറയും, അതൊക്കെ കേട്ടിങ്ങനെ സഹിച്ച്. കാരണം എഹ്തമിൽ മിൻ ഹോയിദാരി, അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ രണ്ടാളും വഴി പിരിഞ്ഞ് പോവാണ്. അയാൾ മറ്റേ റൂട്ടിന് പോവാണ്, ഇയാൾ ഇങ്ങോട്ടും പോവാണ്. ആ പോകുന്ന സമയത്ത് മഹാനവറുകൾ കരഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ബക്കൈത്തുഹു റഹ്മത്തല്ലഹു, അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞതാണ്. എന്താ, ഇത്രയും മണിക്കൂറുകൾ അദ്ദേഹം എൻ്റെ കൂടെ യാത്ര ചെയ്തു. അദ്ദേഹം എന്നെ പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊക്കെ സഹിച്ചു ക്ഷമിച്ചു തിന്നു. പക്ഷെ ഇപ്പം വിട്ടുപിരിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദുസ്വഭാവം അയാളെ വിട്ടുപിരിഞ്ഞില്ലല്ലോ, അയാളെ കൂടെ തന്നെ പോയില്ലേ. ഹുലുക്കുഹു മഅഹു ഫാരിഖുഹു, അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനവറുകൾ പറയുകയാണ്. സൂഉൽ ഖുലുഖി സയ്യിഅത്തുൻ ലാ തൻഫഉ മഅഹാ കസ്റത്തുൽ ഹസന, ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളാണ്, പക്ഷേ ഫലം ഉണ്ടാവില്ല. സ്വഭാവം മോശമായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉണ്ടാവുകയില്ല. മഹാനായ അത്താ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹുസ്നുൽ ഖുലുഖ് നേരത്തെ സൂചിപ്പിച്ചു, മർത്തഫഅ മനിർത്തഫഅ ഇല്ലാ ബിൽ ഖുലുഖിൽ ഹസൻ. ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ആളുകളെ ചരിത്രങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതൊക്കെ അവർ കരസ്ഥമാക്കിയത് അവരുടെ സൽസ്വഭാവം കൊണ്ടാണ്. അതിൽ വലം യനൽ അഹദുൻ കമാലഹു ഇല്ലൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സൽസ്വഭാവത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും ടോപ്പിലെത്തിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഫഅഖ്റബുൽ ഖൽഖി ഇലല്ലാഹി അസ്സ വജല്ല അസ്സാലിഖൂന ഖറബിസുൽ ഖുലുഖി. അപ്പോൾ അള്ളാഹുവിലേക്കും കൂടുതൽ അടുക്കുന്നത് നാളെ ആഖിറത്തിൽ വരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത് കാണുന്നുണ്ട്, എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരാരാണ്? ഏറ്റവും കൂടുതൽ നല്ല സ്വഭാവത്തിൽ ജീവിച്ച പെരുമാറിയ ആളുകളാണ്. അത് തന്നെയാണ് അള്ളാഹുവിലേക്കും അടുപ്പമുള്ളത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മൾ എത്ര അടുക്കുന്നുവോ അതിനനുസരിച്ചാണ് അള്ളാഹുവിലേക്കുമുള്ള അടുപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വഭാവ സംസ്കരണത്തിൻ്റെ ഭാഗമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ സൽസ്വഭാവിയാണ് എങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ കഴിയും, നമ്മളൊരു സൽസ്വഭാവിയാണോ അല്ലേ, അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. സൽസ്വഭാവം കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ, ദുസ്വഭാവിയായി മാറിയാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളും ശിക്ഷകളുമാണ് ഇത്രയും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സൽസ്വഭാവത്തിൻ്റെ ഉടമകൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك.